2005 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് പോയത്. ബഹുമാനപ്പെട്ട ജോസഫ് കാപ്പിലച്ചൻ്റെ കൂടെ ഞങ്ങൾ 9 വൈദികരും എൻ്റെ സഹോദരനടക്കം 49 പേരാണ് പോയത്. ഞങ്ങൾ ഏറ്റവും പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈശോ ജനിച്ച സ്ഥലത്ത് പോയി. നസറത്തിൽ പോയിട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാലാഖ ആട്ടിടയന്മാരറിയിച്ച ഗുഹയിൽ പോയി അവിടെ വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ വളരെ വികാരനിർഭരമായി ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്കിടയിൽ സന്ദേശം നൽകിയത് എൻ്റെ സഹോദരൻ തന്നെയായിട്ടുള്ള ആൻഡ്രോ അച്ഛനാണ്. അച്ഛൻ ആരംഭിച്ചത് ഇങ്ങനെയാണ്: പല പ്രാവശ്യം ജീവിതത്തിൽ ഈ വചനഭാഗം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ സന്ദേശം ആട്ടിടയർക്കുള്ളത് വായിച്ചിട്ടുള്ളപ്പോഴൊന്നും ഇത് മാറ്റൊലി കൊള്ളുന്ന ഈ ഗുഹയിൽ വന്ന് ഇങ്ങനൊരു വചനം പങ്കുവയ്ക്കാൻ സാധിച്ചില്ല എന്ന വലിയ ഒരു സന്തോഷത്തിൻ്റെ അറിയിപ്പോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ആൻഡ്രോ അച്ഛൻ വചനം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഈശോയുടെ ജനനം നടന്ന ആ പുണ്യ സ്ഥലത്തേക്ക് ചെന്നു. ഒരു വലിയ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പുറകിലാണ് ഈശോ ജനിച്ചു വീണ ആ പുണ്യഭൂമി, പുണ്യസ്ഥലം. ഞങ്ങളവിടെ ചെന്ന് എല്ലാവരും വരി നിന്ന് പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു കൊച്ചു അൾത്താരയുടെ താഴെ ഈശോ പിറന്നു വീണ ആ കൃത്യം സ്ഥലത്ത് ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു വെള്ളി നക്ഷത്രം ഉണ്ടാക്കി രൂപകൽപ്പന ചെയ്ത് പതിച്ചിരിക്കുകയാണ്. ഞാനും അവിടെ ചെന്ന് അത് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി കയ്യിലുണ്ടായിരുന്ന ജപമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കണം ഈ പിറന്നു വീണ സ്ഥലത്ത് നക്ഷത്രം, വെള്ളി നക്ഷത്രം സ്ഥാപിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്മസിൻ്റെ 24-ാം തീയതി നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളാണ്. വചനം മനുഷ്യനായി എന്ന തലക്കെട്ടിൽ അതിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ലോകത്തിലേക്ക് പ്രകാശം കടന്നു വന്നിരുന്നു. ഈ ദിവ്യപ്രകാശമായ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈ ലോകത്തിൽ ഒരേ ഒരാളാണ് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് സ്ഥാപിച്ചതും പ്രഖ്യാപിച്ചതും. ആ ഈശോ പിറന്നു വീണ സ്ഥലത്ത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ പ്രതീകം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തീർത്തും അർത്ഥവത്താണ് എന്നെനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തേത് ഈ പറഞ്ഞതാണ്: ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെള്ളി നക്ഷത്രമാണ് മിശിഹ. ആ മിശിഹ നാളെ ജന്മമെടുക്കുന്നു എന്ന് ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. രണ്ടാമതായിട്ട് ഈ വചനഭാഗം നമ്മോട് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഒരു ഭ്രാന്തൻ്റെ ചിത്രമാണ്. ഇയാൾ പ്രേമം തലക്കി പിടിച്ച് ഭ്രാന്തനായ മനുഷ്യനാണ്. എന്നിട്ട് ഈ ഭ്രാന്ത് മൂത്തിട്ട് അയാളുടെ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് അയാളിങ്ങനെ തെരുവോരത്തോടെ നടന്നത്രേ. അപ്പോൾ പലരും ഇയാൾ ഭ്രാന്തനാണെന്ന് കരുതി ഉടുതുണി ഇല്ലാതെ പോകുന്ന ഇവനെ കല്ലെറിയാൻ തുടങ്ങി. കല്ലേറ് കൊണ്ടപ്പോൾ ഇയാൾ കൂടുതൽ സന്തോഷത്തോടു കൂടി അവരോട് പറഞ്ഞത്രേ: ഒരു കല്ലെറിയുന്നവന് ഒരു ഭാഗ്യം, 2 കല്ലെറിയുന്നവന് 2 ഭാഗ്യം. ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുകയാണ്. പയ്യെ മനസ്സിലായി ഇദ്ദേഹം ഈ പ്രേമമൂത്ത് ഭ്രാന്തായി നടക്കുന്നതിൻ്റെ കാരണം ഇയാളുടെ പ്രേമഭാജനം ദൈവമാണ്. ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഉടുവസ്ത്രം പോലും ഊരി സ്വന്തം ഭൂമിയിലെ പിതാവിന് സമർപ്പിച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ തൻ്റെ പിതാവായി സ്വീകരിച്ചത്. കസാന്തസാക്കീസ് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ഏറ്റവും അറപ്പും വെറുപ്പുമുള്ള കുഷ്ഠരോഗിയെ ചുംബിക്കണമെന്ന് ഈശോയ്ക്ക് വേണ്ടി തീരുമാനിച്ച, ഈശോയാകുന്ന പ്രകാശത്തിന് സ്വന്തമായി തന്നെ സമർപ്പിച്ച ഫ്രാൻസിസ് ചെയ്യുന്നത് ഒരു പാതിരാവിൽ കുഷ്ഠരോഗിയെ തേടി നടക്കുകയാണ്. കൂടെയുള്ള തുണ സഹോദരൻ ലിയോ നിരുത്സാഹപ്പെടുത്തുമ്പോഴും ഇദ്ദേഹം പോയിട്ട് വഴിയിൽ കണ്ട കുഷ്ഠരോഗിയെ, മുഖമൊക്കെ അഴുകി തുടങ്ങിയ കുഷ്ഠരോഗിയെ മാറോട് ചേർത്ത് പിടിച്ച് തുരുതുരാ ചുംബിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്തതുപോലെ സ്വപ്നമാണെന്ന് കരുതി ലിയോ പകച്ചു നിൽക്കുകയാണ്. തണുപ്പിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന കുഷ്ഠരോഗിയെ തൻ്റെ മേലങ്കിയെടുത്ത് അണിയിച്ച് ചേർത്ത് പിടിച്ച ഫ്രാൻസിസിന് പെട്ടെന്ന് മനസ്സിലായി താൻ ആരെയാണ് കെട്ടിപ്പിടിച്ച അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു.
അത് ദൈവമാണ്, ഈശോയാണ് തിരിച്ചറിഞ്ഞിട്ട് വലിയ വായിൽ കരഞ്ഞിട്ട് ഫ്രാൻസിസ് താഴെ വീഴുകയാണ് നിലത്ത്. അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം ലിയോ ഈ സ്വപ്നത്തിൽ ഉണർന്നതുപോലെ എഴുന്നേറ്റ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി ഫ്രാൻസിസിനെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ഫ്രാൻസിസിനോട് ലിയോ പറയുന്നൊരു കാര്യമുണ്ട്. ഫ്രാൻസിസ് യു സ്മെൽസ് ലൈക്ക് ജീസസ്. ഫ്രാൻസിസെ, നിനക്ക് ആ കുഷ്ഠരോഗിയായ ഈശോയുടെ മണമാണ്, സുഗന്ധപൂരിതമായ മണം. നിനക്ക് ഈശോയുടെ ഗന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറയുന്നത്, ഈ വെളിച്ചത്തെ പ്രകാശത്തെ സ്വീകരിച്ചവരെ ദൈവം ദൈവമക്കളാക്കി. പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവമക്കളാകും എന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മോട് വിളിച്ചു പറയുന്നത്. മൂന്നാമതൊന്ന്, 1986 സെപ്റ്റംബർ മാസം 5-ാം തീയതി പ്രഭാതം പൊട്ടിവിടർന്നത് ഭീതിജനകമായൊരു വാർത്ത അറിയിച്ചുകൊണ്ടാണ്. മുംബൈയിൽ നിന്ന് പാകിസ്ഥാൻ കൂടി അമേരിക്കയിലേക്ക് പോയ പാനാം 73 വിമാനം പാകിസ്ഥാൻ എയർപോർട്ടിൽ വെച്ച് 4 പാലസ്റ്റൈൻ തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ ആദ്യം തന്നെ ഒരാളെ വെടിവെച്ച് കൊന്ന് വിമാനത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിട്ടു. ഈ ഭീകരവാദികളുടെ കണ്ടീഷൻസ് എല്ലാം അംഗീകരിക്കുന്നതുവരെ ഇവരെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ഈ ഭീതിജനകമായ സാഹചര്യത്തിൽ വെറും 22-കാരിയായ എയർ ഹോസ്റ്റസ് എല്ലാവരെയും ശാന്തരാക്കുന്നു. ഭീകരവാദികളെ കണ്ണുവെട്ടിച്ച് അവൾ ക്യാബിൻ ക്രൂവിന് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന സന്ദേശം അയച്ചു. ക്യാബിൻ ക്രൂവിൽ ഈ 22-കാരി ഒഴിച്ച് ബാക്കിയ എല്ലാ എയർ ഹോസ്റ്റസുമാരും പൈലറ്റുമാരും കോ പൈലറ്റ്സും ഒക്കെ ഇറങ്ങി രക്ഷപ്പെട്ട് കളഞ്ഞു. 374 പേരുമായിട്ട് യാത്ര ആരംഭിച്ച ഈ വിമാനത്തിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ഇവൾ മാത്രം ശേഷിക്കുന്നു. പക്ഷേ ഇവൾ ധൈര്യം അവലംബിച്ച് സുസ്മേരവദനയായി രാവിലെ 5:30 മുതൽ നീണ്ട 17 മണിക്കൂർ ഇവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണവും ജ്യൂസും ഒക്കെ നൽകി ഒരു മാലാഖയെ പോലെ പറന്ന് നടന്നു. രാത്രി 9:55 ആയപ്പോൾ വിമാനത്തിലെ പവർ നിലച്ചു, ആകെ ഇരുട്ട് പരന്നു. അപ്പോൾ ഇവൾ ആരോരും കാണാതെ ഏറ്റവും വേഗം ഭീകരവാദികൾ കണ്ണുവെട്ടിച്ച് എല്ലാ എമർജൻസി വാതിലുകളും തുറന്നു. 350 പേര് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ എമർജൻസി എക്സിറ്റുകളിലൂടെ പുറത്തുപോയി. തനിക്ക് ഏറ്റവും ആദ്യം രക്ഷപ്പെടാമായിരുന്നിട്ടും ഈ മാലാഖ കുട്ടി മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്തു. ജീവനുള്ള എല്ലാവരും പുറത്തു കടന്നെന്ന് ബോധ്യപ്പെട്ടിട്ട് അവൾ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ 3 കുട്ടികൾ ഭയന്ന് സീറ്റുകളുടെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ കൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതേസമയത്ത് ആളുകൾ രക്ഷപ്പെടാൻ തുടങ്ങിയെന്ന് മനസ്സിലായ ഭീകരവാദികൾ ചുറ്റും നിറയൊഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ 3 കുട്ടികളെ ഇവൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. തുരുതുരാ വെടിവെച്ച് ഈ കുഞ്ഞുങ്ങളെയും അവളെയും വകവരുത്താനായിട്ട് അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവൾ ആ 3 കുഞ്ഞുങ്ങളെയും ആറോട് ചേർത്ത് എല്ലാ വെടിയുണ്ടകളിൽ നിന്നും അവരെ സംരക്ഷിച്ചു. ആ 3 കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തി. ഈ 22-കാരിയായ കൊച്ചുമിടുക്കിയുടെ പേരാണ് നീരജ മിശ്ര ബാനോട്ട്. അതുവരെ ഇത്രയും ചെറിയ പ്രായത്തിൽ ആർക്കും ലഭിക്കാത്ത, ജവാന്മാർക്കും വീരന്മാർക്കും മാത്രം ലഭിക്കുന്ന വീരചക്ര അവൾക്കായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സമ്മാനിച്ചു. തൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി മരണത്തെ മുന്നിൽ കണ്ടവരെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ അർപ്പിച്ചവളുടെ പേര് നീരജ മിശ്ര. പ്രിയപ്പെട്ടവർ, ഇന്ന് സുവിശേഷ ഭാഗം വയ്ക്കുന്ന 3-ാമത്തെ സന്ദേശം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. സ്നാപകൻ വന്നത് പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. നാളെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് വിശ്വപ്രകാശമായ ഈശോയ്ക്ക് നമ്മളെല്ലാവരും സാക്ഷികളായി ജീവിക്കണമെന്നാണ്. 1 യോഹന്നാൻ 4:20 ഇങ്ങനെ പറയും, കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. നമുക്ക് ഈ പറയുന്ന സഹോദരങ്ങളെ സ്നേഹിച്ച് ഈ പ്രകാശത്തിന് സാക്ഷികളാകാം. വിശ്വപ്രകാശത്തെ കാണാനും അനുഭവിക്കാനും അതിനുവേണ്ടി തന്നെ സമർപ്പിച്ച് ദൈവമക്കളായി തീരാനും ദൈവത്തിൻ്റെ മകനും മകളുമായി ഈശോയ്ക്ക് സജീവ സാക്ഷികളായി ജീവിക്കാനും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.